നമസ്കാരം. ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ദിവസങ്ങൾ നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കും നാടകീയമായ ചർച്ചകൾക്കും അധികാര വടംവലിക്കും വിരാമമിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ പ്രഖ്യാപിച്ചത്. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രം മതിൽക്കെട്ടിനുള്ളിലെ പെരുമ്പാമ്പിൻ കൂട്ടത്തിൽ നിന്നും 5 എണ്ണത്തിന് പിടികൂടി. ക്ഷേത്രത്തിലെ പാത്രങ്ങൾ കഴുകുന്ന സ്ഥലത്ത് ഒരു പാമ്പിനെ കണ്ടതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. ആമ്പല്ലൂരിൽ ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന വീട്ടമ്മ ടാങ്കർ ലോറി ഇടിച്ചു മരിച്ചു. വെണ്ടൂർ മഞ്ഞളി വീട്ടിൽ ബാബുവിന്റെ ഭാര്യ വിജിയാണ് മരിച്ചത്. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കേരളത്തിന്റെ പുതിയ ക്യാപ്റ്റൻ വി.ഡി. സതീശൻ ദിവസങ്ങൾ നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കും നാടകീയമായ ചർച്ചകൾക്കും അധികാര വടംവലിക്കും വിരാമമിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശനെ പ്രഖ്യാപിച്ചത്. തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള ത്രില്ലർ പോരാട്ടത്തിനാണ് കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിച്ചത്. The AICC observers who had met with the newly elected MLAs on May 7th, 2026, and many other leaders from the state, including MPs, former PCC presidents, have also been consulted. Based on all these discussions, it has been decided that Shri V.D. Satishan be appointed as the leader of the CLP. MLA-മാരിൽ ഭൂരിഭാഗം പേരുടെയും പിന്തുണ കെ.സി. വേണുഗോപാലിനായിരുന്നുവെങ്കിലും സംസ്ഥാനത്തെ പൊതുവികാരവും ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങളും 3 മുൻ KPCC പ്രസിഡന്റുമാരുടെ ഉറച്ച നിലപാടും ഹൈക്കമാൻഡിനെ സതീശനിലേക്ക് എത്തിച്ചതിൽ നിർണായക ഘടകമായി. അങ്ങനെയാണ് MLA-മാരുടെ അംഗബലത്തിൽ മുന്നിലായിട്ടും ജനവികാരവും ഉജ്ജ്വല വിജയം സമ്മാനിച്ച നായകൻ എന്ന പരിവേഷവും കെ.സിയെ തള്ളി സതീശൻ എന്ന പേരിലേക്ക് ഹൈക്കമാൻഡിനെ എത്തിച്ചത്. 10 വർഷത്തെ പിണറായി സർക്കാരിന് അന്ത്യം കുറിച്ച് 102 സീറ്റുമായി അധികാരത്തിലേറിയ UDF കഴിഞ്ഞ 10 ദിവസമായി മുഖ്യമന്ത്രി പദത്തിൽ ചുറ്റിത്തിരികയായിരുന്നു. തിരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള ത്രില്ലർ പോരാട്ടത്തിനാണ് കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിച്ചത്. അല്ല, തീർച്ചയായിട്ടും ജനങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്. ജനങ്ങൾ UDF-നെ പ്രതീക്ഷയോടുകൂടി കാണുകയാണ്. അവർ UDF-നെ പിന്തുണച്ചിട്ടുണ്ട്, വൻ വിജയം നൽകിയിട്ടുണ്ട്. അതിനവർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഞങ്ങളറിയാലോ, ഞങ്ങൾ ടീം UDF ആയിട്ടാണ് നിന്നത്. ടീം UDF ഒരു പാർട്ടിയെ പോലെയാണ് പ്രവർത്തിച്ചത്. എല്ലാ നേതാക്കളും, പ്രിയങ്കരായ സാദിഖ് അലി തങ്ങൾ, ശ്രീ P.K. കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഏറ്റവും സീനിയറായിട്ടുള്ള ശ്രീ P.J. ജോസഫ് സാറ്, ശ്രീ പ്രേമചന്ദ്രനും ശ്രീ ഷിബു ബേബി ജോണൊക്കെയുള്ള RSP, CP ജോൺ ഞങ്ങളുടെ UDF-ൻ്റെ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ ശ്രീ രാജൻ ബാബു, ശ്രീ മാണി സി കാപ്പൻ, ശ്രീ അനൂപ് ജേക്കബ് ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ ഒരു ഒറ്റ പാർട്ടി, ഒരു പാർട്ടിയെ പോലെയാണ് അവരെല്ലാം പ്രവർത്തിച്ചത്. അവരെ എനിക്ക് ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്, അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, തെറ്റുകൾ തിരുത്തിയിട്ടുണ്ട്, കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ പോകും, ഇനിയും പോകും. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രം മതിൽക്കെട്ടിനുള്ളിലെ പെരുമ്പാമ്പിൻ കൂട്ടത്തിൽ നിന്നും 5 എണ്ണത്തിന് പിടികൂടി. മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങുന്നതാണ് ഇവയെന്നാണ് നിഗമനം. ഇനിയും മതിലിനുള്ളിൽ പെരുമ്പാമ്പുകൾ ഉള്ളതായി സംശയമുണ്ട്. ചൊവ്വാഴ്ച രാവിലെ ക്ഷേത്രത്തിലെ പാത്രങ്ങൾ കഴുകുന്ന സ്ഥലത്ത് പാമ്പിനെ കണ്ടതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. ആദ്യം കണ്ടെത്തിയ പാമ്പിനെ സർപ്പ ടീം എത്തി പിടികൂടി പിന്നീടുള്ള പരിശോധനയിലാണ് മതിലിനുള്ളിൽ പാമ്പിൻ കുഞ്ഞുങ്ങൾ ഉള്ളതായി കണ്ടെത്തിയത്. ക്ഷേത്രത്തിൽ നിന്നുള്ള അഴുക്കുവെള്ളം പോകുന്ന ചാലിന് സമീപത്തെ മതിലിനുള്ളിലാണ് പാമ്പിനെ കണ്ടെത്തിയത്. തുടർന്ന് മതിലിന്റെ കുറച്ചു ഭാഗം പൊളിച്ചു. ഇതോടെ 4 പാമ്പിൻ കുഞ്ഞുങ്ങളെ പിടികൂടി.
മുട്ടയിടുന്ന ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് 20-ലേറെ കുഞ്ഞുങ്ങളെ വരെ കിട്ടണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇനിയും പാമ്പിൻ കുഞ്ഞുങ്ങൾ മതിലിനുള്ളിൽ ഉണ്ടെങ്കിലും അവയെ പിടികൂടാൻ ആകാത്ത സ്ഥിതിയാണുള്ളത്. പാമ്പിനെ പിടികൂടുന്ന വിദഗ്ധർ പിടിക്കാനെത്തുമ്പോഴേക്കും ഇവ കൂടുതൽ ഉള്ളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ പാമ്പിൻ കുഞ്ഞുങ്ങൾ മതിലിന് പുറത്തേക്കിറങ്ങുമ്പോൾ പിടിക്കാവുന്ന ധാരണയാണ് ഇപ്പോൾ ഉള്ളത്. മീഡിയ ടൈം, തൃശൂർ. ആമ്പല്ലൂരിൽ ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന വീട്ടമ്മ ടാങ്കർ ലോറി ഇടിച്ചു മരിച്ചു. വെണ്ടൂർ മഞ്ഞളി വീട്ടിൽ ബാബുവിന്റെ ഭാര്യ വിജിയാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. അടിപ്പാത നിർമ്മാണം നടക്കുന്ന തൃശൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലാണ് അപകടം. സർവീസ് റോഡിലെ സ്ലാബിലൂടെ പോയിരുന്ന സ്കൂട്ടർ തെന്നി വിജി ലോറിക്കടിയിലേക്ക് വീഴുകയായിരുന്നു. ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ വിജിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. സർവീസ് റോഡിലെ സ്ലാബുകൾ ഇളകിക്കിടക്കുന്നതും തകർന്നതും ഇരുചക്രവാഹന യാത്രികർക്ക് അപകട ഭീഷണിയാവുകയാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ ഇതേ ഭാഗത്ത് സ്കൂട്ടറിൽ നിന്ന് വീണ യുവതി സ്വകാര്യ ബസ്സിടിച്ച് മരിച്ചിരുന്നു. സമൂഹത്തിന്റെ അവഗണനയും തെരുവ് ജീവിതത്തിന്റെ ദുരിതങ്ങളും അനുഭവിച്ച നാടോടി കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ അഭയകേന്ദ്രം ഒരുങ്ങുന്നു. മതിലകം പൊക്ലായിൽ താമസിച്ചിരുന്ന 5 നാടോടി കുടുംബങ്ങൾക്കാണ് സ്വന്തമായി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. മുൻ MLA E.T. ടൈസന്റെ ഇടപെടൽ മൂലം മതിലകം ഗ്രാമപഞ്ചായത്തും പീപ്പിൾസ് ഫൗണ്ടേഷൻ കേരളയും കൈകോർത്തതോടെയാണ് ഈ കുടുംബങ്ങൾക്കായി വീടുകൾ ഉയരുന്നത്. ഓരോ കുടുംബത്തിനും വീടിനും സ്ഥലത്തിനുമായി 6 ലക്ഷം രൂപ വീതം മതിലകം പഞ്ചായത്തിലൂടെ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരുന്നു. സ്ഥലത്തിനായി സർക്കാർ അനുവദിച്ച 10 ലക്ഷം രൂപയും സ്ഥലം സൗജന്യമായി നൽകിയ പീപ്പിൾസ് ഫൗണ്ടേഷൻ കേരള തന്നെ വീടുകളുടെ നിർമ്മാണത്തിനായി വിനിയോഗിക്കുകയായിരുന്നു. പരിമിതമായ തുകയിൽ വീടുകൾ നിർമ്മിച്ചു നൽകാൻ മറ്റാരും തയ്യാറാകാത്ത സാഹചര്യത്തിൽ വീടുകളുടെ നിർമ്മാണ ചുമതലയും പീപ്പിൾസ് ഫൗണ്ടേഷൻ ഏറ്റെടുത്തു. പീപ്പിൾസ് ഫൗണ്ടേഷനു വേണ്ടി മതിലകം പുന്നക്ക ബസാർ വൈപ്പിമ്പാടത്ത് സ്വദേശികളായ റഫീഖ്, സഹോദരൻ ഈസ എന്നിവർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. 5 വീടുകളുടെയും തറക്കല്ലിടൽ ചടങ്ങ് മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ നിർവഹിച്ചു. പീപ്പിൾസ് ഫൗണ്ടേഷൻ മാള ഏരിയ കോർഡിനേറ്റർ KM നാസർ പദ്ധതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ചടങ്ങിൽ മതിലകം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസീത അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ചിഞ്ചു അനീഷ്, ഹസീന ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ വീട്ടിൽ വെച്ച് തീപ്പൊള്ളലേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പടിഞ്ഞാറെ വെമ്പല്ലൂർ കുനിയറ കോളനിപ്പടിക്കടുത്ത് താമസിക്കുന്ന കാർത്തികേയന്റെ ഭാര്യ 68 വയസ്സുള്ള ലതയാണ് മരിച്ചത്. ഇന്നലെ രാത്രി 11:30യോടെയാണ് ഇവർക്ക് പൊള്ളലേറ്റത്. കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരെ പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ചികിത്സയിലിരിക്കെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് മരണം സംഭവിച്ചത്. മതിലകം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഉത്തർപ്രദേശിലെ നോയിഡയിൽ സമരം ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചും ലേബർ കോഡുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും CITU കൊടകര കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം നടത്തി. കൊടകര മേൽപ്പാലം ജംഗ്ഷനിൽ നടത്തിയ പ്രതിഷേധ യോഗം CITU കൊടകര ഏരിയ വൈസ് പ്രസിഡന്റ് TA ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര തൊഴിൽ മന്ത്രാലയങ്ങൾക്ക് മുമ്പിലും അവതരിപ്പിച്ചിട്ടും അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് 2026 ഏപ്രിൽ മാസം 13-ാം തീയതി നോയിഡയിലെ തൊഴിലാളികൾ സമരത്തിലേക്ക് വരുന്നത്. അല്ലെ, ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് സമരത്തിലേക്ക് വരുന്നതല്ല. നിരവധി കാലങ്ങളായി അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടാതെ വന്നതിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ സമരത്തിലേക്ക് വന്നത്. ഏരിയ കമ്മിറ്റി അംഗം TK പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് പ്രതിഷേധത്തിന്റെ ഭാഗമായി ലേബർ കോഡ് ബില്ലിന്റെ കോപ്പി CITU ഏരിയ സെക്രട്ടറി PR പ്രസാദൻ കത്തിച്ചു. CPM ലോക്കൽ സെക്രട്ടറി KD അപ്പച്ചൻ, കോർഡിനേഷൻ കൺവീനർ MK മോഹനൻ, KV റിസൻ, TS ആശിഷ്, VK മുകുന്ദൻ, പഞ്ചായത്ത് അംഗം KK സുരേഷ്, പഞ്ചായത്ത് അംഗം റോസിലി പാപ്പച്ചൻ, ബിന്ദു KC, രജനി MC, അജിത സജീവ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ ദിവസങ്ങൾ നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾക്കും നാടകീയമായ ചർച്ചകൾക്കും അധികാര വടംവലിക്കും വിരാമമിട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് മുഖ്യമന്ത്രിയായി VD സതീശനെ പ്രഖ്യാപിച്ചത്. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രം മതിൽക്കെട്ടിനുള്ളിലെ പെരുമ്പാമ്പിൻ കൂട്ടത്തിൽ നിന്നും 5 എണ്ണത്തിന് പിടികൂടി. ക്ഷേത്രത്തിലെ പാത്രങ്ങൾ കഴുകുന്ന സ്ഥലത്ത് ഒരു പാമ്പിനെ കണ്ടതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. ആമ്പല്ലൂരിൽ ഭർത്താവിനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന വീട്ടമ്മ ടാങ്കർ ലോറി ഇടിച്ചു മരിച്ചു. വെണ്ടൂർ മഞ്ഞളി വീട്ടിൽ ബാബുവിന്റെ ഭാര്യ വിജിയാണ് മരിച്ചത്.
ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.